ഒരു രസകരമായ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ഫീമർ ഉണ്ടല്ലോ, തുടയെല്ല്. ഈ തുടയെല്ലിന് ഒരു അത്ര തന്നെ വലിപ്പമുള്ള ഒരു കോൺക്രീറ്റ് കട്ടിയെക്കാട്ടിലും 10 മടങ്ങ്, അതായത് 4 മടങ്ങെങ്കിലും വെയിറ്റ് താങ്ങാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ എല്ലുകളെന്ന് മനസ്സിലായല്ലോ. ഈ സ്ട്രോങ് ആയിട്ടുള്ള എല്ലുകളുടെ സ്ട്രെങ്ത് പിന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ബിയറിംഗ് എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് വെയിറ്റ് ബിയറിംഗ് എക്സസൈസുകൾ ഒരു ബോണിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് നോക്കാം. അതായത് നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെസ്, അതായത് ഇങ്ങനെ വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെസ് ബോണിലേക്ക്, അതായത് അസ്ഥിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അസ്ഥിയിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ട്രെസ് കാരണം ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങൾ ആക്ടിവേറ്റ് ആകുന്നു. എന്നിട്ട് ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് കാൽഷ്യവും മറ്റ് മിനറൽസുകളും ചേർന്നിട്ട് ബോൺ ടിഷ്യൂസിനെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ബോൺ ടിഷ്യൂസിന് ബോൺ ഡെൻസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഇത് പുതിയ കോശങ്ങളായിരിക്കും, അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ എക്സസൈസിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അസ്ഥിയുടെ ശക്തി 10 മടങ്ങ് കൂട്ടിയെടുക്കാവുന്നതാണ്.